കൗതുകകരവും ആകർഷകവുമായി മിഷനെ പരിചയപ്പെടുത്തുന്ന എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നു. ഫിയാത്ത് മിഷന്റെ നേതൃത്വത്തിൽ തലോർ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഒരുക്കിയിരിക്കുന്ന മിഷൻ എക്സിബിഷൻ സന്ദർശിക്കാൻ ഓരോ ദിവസവും സന്ദർശകർ ഏറി വരികയാണ്. വിവിധ വൈദിക സന്യാസ സഭകൾ, മിഷൻ രൂപതകൾ, അൽമായ പ്രേക്ഷിത മുന്നേറ്റങ്ങൾ എന്നിവരുടെ സ്റ്റാളുകളാണ് മിഷൻ എക്സിബിഷനിലുള്ളത്. മിഷൻ മേഖലയിൽ തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സന്ദർശകർക്ക് എളുപ്പം മനസ്സിലാക്കാൻ ചിത്രങ്ങളും പോസ്റ്ററുകളും ഉൾപ്പെടുത്തിയാണ് സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കുന്നതിനും സന്ദർശകർക്ക് കൗതുകം പകരുന്നതിനും ഓരോ സ്റ്റാളിനും തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലകളിലെ ജനസമൂഹത്തെയും അവരുടെ ജീവിത രീതിയെയും വേഷവിധാനത്തെയും പരിചയപ്പെടുത്തുന്നുണ്ട്. വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ വേഷങ്ങൾ അണിഞ്ഞ് ഫോട്ടോ എടുക്കുന്നതിനും ഇവിടെ സൗകര്യമുണ്ട്. നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, കെനിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്റ്റാളുകളിലെല്ലാം സന്ദർശകർ ഗോത്രവേഷങ്ങൾ അണിഞ്ഞ് ചിത്രങ്ങളെടുക്കുന്നത് കാണാം. ചിലയിടങ്ങളിൽ സന്ദർശകർക്കായി വിവിധ കളികളും മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതലും കുട്ടികളാണ് ഇത്തരം സ്റ്റാളുകളിൽ തിക്കിത്തിരക്കുന്നതെങ്കിലും മുതിർന്നവരും ഒരു കൈ നോക്കിക്കളയാം എന്ന് കരുതുന്നുണ്ട്. മിനിയേച്ചർ ഗ്രാമം ഒരുക്കി സാധാരണക്കാരുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ മിഷൻ പ്രവർത്തനങ്ങൾ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ആവിഷ്കരിച്ചിരിക്കുന്ന MST സഭയുടെ ദൃശ്യാവിഷ്കാരം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൂടാതെ കെനിയയിൽ നിന്നും മഡഗാസ്കറിൽ നിന്നുമുള്ള CMI ബ്രദേഴ്സ് സന്ദർശകരെ ഏറെ ആകർഷിക്കുന്നു. സ്റ്റാളുകൾ കൂടാതെ നിരവധി സെൽഫി സ്പോട്ടുകളും എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധരോടൊപ്പം സെൽഫി എടുക്കാനും അവസരമുണ്ട്. വിവിധ ഭാഷകളിലുള്ള ബൈബിളുകൾ, ബൈബിൾ കാലഘട്ടത്തിലെ നാണയങ്ങൾ, MCBS വൈദികർ ഒരുക്കിയിരിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ചരിത്രവും വിവരങ്ങളും ഉൾപ്പെടുത്തിയ പ്രദർശനം തുടങ്ങിയവയും ശ്രദ്ധേയമാണ്. കാർലോ അക്വിറ്റസിൻ്റെ തിരുശേഷിപ്പും അജ്നയുടെ കട്ടൗട്ടും അനേകരെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. കടുത്ത ചൂടിനെ വകവയ്ക്കാതെ നിരവധി പേരാണ് 5ാമത് GGM മിഷൻ എക്സിബിഷൻ സന്ദർശിക്കാനെത്തുന്നത്.